സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദിജിയുടെ ഓഫീസിലെ ലൈറ്റ് എപ്പോഴാണ് അണയുന്നത്, എപ്പോഴാണ് തെളിയുന്നത്? പൂർണ്ണമായിട്ടും പരമാവധി സമയം ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറുണ്ട്. മാതൃകയായിട്ട് നരേന്ദ്രമോദി ഉണ്ട്. 3 വരെ വെച്ചിട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ABVPയുടെ കോലം 97-98 ഞങ്ങൾ. ഞാൻ ആ സമയത്ത് ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന അനുഭാവിയും പ്രവർത്തനമൊക്കെ SFI പ്രവർത്തകൻ. എന്നോട് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി സുരേന്ദ്രേട്ടൻ ആവശ്യപ്പെട്ടു. 2025 ആയപ്പോഴേക്കും രാജീവ് ചന്ദ്രശേഖർജി വീണ്ടും അതേ ആവശ്യം ഉന്നയിച്ചു. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഒരു സ്നേഹപൂർവ്വമുള്ള നിർബന്ധമായിരുന്നു ഈ പദവിയിലേക്ക് എത്താൻ വേണ്ടി ഇടയാക്കി. സമരം ചെയ്യുന്ന പോലെ അല്ല ഭരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം, ഉത്തമ വിശ്വാസം ഞങ്ങൾക്ക്. വീട്ടിലെ മേയർ ഭാര്യ തന്നെ. വീട്ടിലെ മേയർ കുറെ കേരളത്തിലെ ആദ്യ BJP മേയർ എന്ന ചരിത്രം സൃഷ്ടിച്ച് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിന്റെ നഗരപിതാവായി ചുമതലയേറ്റ മേയർ ശ്രീ VV രാജേഷാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ VV രാജേഷ്. നമസ്കാരം. ആദ്യമേ തന്നെ കേരള കൗമുദിയുടെ അഭിനന്ദനങ്ങൾ. വളരെ കേരളത്തിൽ എന്നെന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു ചരിത്രം താങ്കൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിൽ അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി. എന്താണ് മേയറുടെ പ്രയോറിറ്റി? തീർച്ചയായും അങ്ങ് പറഞ്ഞാൽ തന്നെ ആദ്യം തുടങ്ങാം. ചരിത്രം സൃഷ്ടിച്ച ഞാൻ വ്യക്തിപരമായിട്ടല്ല, ഒരു 40-45 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഒരു 50 വർഷം മുമ്പ്. ഇപ്പോൾ തന്നെ നമ്മൾ ഇൻ്റർവ്യൂ തുടങ്ങുമ്പോഴേക്കും ഞാൻ പോയിട്ട് വന്നത് 1986 അന്നത്തെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തകനായിരുന്ന ഗംഗാധരേട്ടൻ്റെ വീട്ടിലേക്കാണ്. അദ്ദേഹത്തിന് 87 അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി CPM പ്രവർത്തകർ കൊല്ലുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വീടിനകത്ത് വെച്ച് വെട്ടേറ്റിട്ട് നിരവധി മാസങ്ങളോളം ICU യൂണിറ്റിലായിരുന്നു. അപ്പോൾ അങ്ങനെ ആരംഭിച്ച ഒരു പ്രവർത്തകരുടെ ഒരു പ്രവർത്തനമുണ്ട്. അതിനുശേഷം ഞങ്ങൾക്കൊരു 8-10 ബലിദാനികൾ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഉണ്ട്. നിരവധി പേർ ജയിലിൽ കള്ളക്കേസിൽ കൊടുക്കപ്പെട്ട് കിടപ്പുണ്ട്. ഇങ്ങനെ കണ്ണൂരൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ തന്നെ പല മടങ്ങാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ വലിയൊരു സ്വപ്നം മുന്നിൽ വെച്ചുകൊണ്ട് ആരംഭിച്ചതിൻ്റെ ഒരു ഘട്ടത്തിലെത്തിയപ്പോഴേക്കും ഞങ്ങൾ ഭരണത്തിലെത്തി, കേരളത്തിലെ ഒരു കോർപ്പറേഷൻ. അതിൽ ഈ സമയത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകരിൽ ഒരാളായതുകൊണ്ട് ആ ബാറ്റേൺ എന്നെ ഏൽപ്പിച്ചു. അത് കൃത്യമായിട്ട് പാലിച്ച് അടുത്ത തലമുറയിലേക്ക് അല്ലെങ്കിൽ അടുത്ത ടീമിലേക്ക് കൈമാറുക എന്നുള്ള ദൗത്യമാണ് ഞാൻ. അല്ലാതെ എൻ്റെ മികവല്ല, ഒരു വലിയൊരു ടീം വർക്ക്. എന്നാലും ആ ടീം വർക്കിൽ ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ ബലിദാനികൾ ഉണ്ടായ കാലം, അതുപോലെ തന്നെ സമരത്തിന് അധികം ആൾക്കാരില്ലാത്ത കാലം, അങ്ങനെ വലിയൊരു സ്ട്രഗിളിലൂടെയാണ് ഈ പാർട്ടി ഇപ്പോൾ ഈ ഒരു ഘട്ടം എത്തിച്ചേരുന്നത്. അതിലൊരു വലിയ റോള് താങ്കൾ വഹിച്ചു. അതിന് കിട്ടിയ ഒരു അംഗീകാരം അങ്ങ് പറഞ്ഞോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ 3 വരെ വെച്ചിട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ABVPയുടെ കോലം 97-98 ഞാൻ കത്തിട്ടുണ്ട്. 3 വരെ ഉള്ളൂ. ഒരാൾ കോലം പിടിക്കും, 2 പേര് മുദ്രാവാക്യം വിളിക്കും. അപ്പോൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങളൊരു 10-20 പേരായിട്ട് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ നിരവധി പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ 300-400 പേരൊക്കെ ആയിട്ട് യൂണിവേഴ്സിറ്റി കോളേജ് ടോട്ടൽ മുഴുവൻ മൊബിലൈസ് ചെയ്ത് സെനറ്റ് ഇലക്ഷൻ, സിൻഡിക്കേറ്റ് ഇലക്ഷനൊക്കെ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷനൊക്കെ SFIക്കാർ വലിയൊരു നേതൃനിര വരുമ്പോൾ ഞങ്ങളൊരു 4-5 പേരാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പോകുന്നത്. കാര്യം പോകാതിരുന്നാൽ ABVPക്ക് ക്യാൻഡിഡേറ്റ് ഇല്ലാതാവും. അപ്പോൾ അങ്ങ് പോവുകയാണ്. അപ്പോൾ അങ്ങനെ കെട്ടിപ്പടുത്ത ഒരു അനുഭവ സമ്പത്തുണ്ട്. ഒരു പക്ഷേ പാർട്ടി അതൊക്കെ കണക്കിലെടുത്തിട്ടുണ്ടാവും. ABVPയുടെ നെടുമങ്ങാട് താലൂക്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അതാണ് ആദ്യത്തെ പദവി. 5 കൊല്ലം. അതിന് മുമ്പ് സ്കൂൾ ലീഡറും ക്ലാസ് ലീഡറും ഒക്കെ ആയിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. ABVPയിൽ വന്നിട്ട് ആദ്യത്തെ പദവി 5 വർഷം നെടുമങ്ങാട് താലൂക്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ആദ്യം എങ്ങനെയാണ് ABVPയുടെ ഒരു ആഭിമുഖ്യം തോന്നുന്നത്? ABVPയുടെ ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ തുടക്കം സ്കൂൾ ക്ലാസ് മുതൽ തന്നെ ഉണ്ടായിരുന്നു. ABVPയുടെ മാർവാൻസ് കോളേജിൽ പഠിക്കുമ്പോൾ ആ സമയത്ത് എനിക്കൊന്ന് 90-92 MG കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് മുരളി മനോഹർ ജോഷിജിയുടെ ഏകതാ യാത്ര ജമ്മു കാശ്മീരിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ ആ സമയത്ത് ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന അനുഭാവിയും പ്രവർത്തനമൊക്കെ SFI പ്രവർത്തകനായിരുന്നു. അതിനുശേഷം ആ യാത്രയ്ക്ക് ഒരു സ്വീകരണം കേശവസ്വരത്ത് നൽകി. അപ്പം ഞങ്ങളെല്ലാവരും കാണാൻ പോയി. MG കോളേജിൽ മുഴുവൻ സ്റ്റുഡൻസ് പോയി. ആ യാത്രയിൽ കാശ്മീരിൽ പതാക ഉയർത്താൻ വേണ്ടിയാണ് ജോഷിജി പോയത്. മുരളി മനോഹർ ജോഷിജിയുടെ വാഹനം നിർത്തിയത് ഞങ്ങളൊക്കെ നിന്നതിൻ്റെ ഏകദേശം അടുത്തായിരുന്നു. യാദൃശ്യമായിട്ട് അവിടെ ആയിരുന്നു അതിൻ്റെ പോലീസുകാർ കണ്ടെത്തിയ സ്ഥലം. അതിൻ്റെ ഒരു അടുത്താണ് ഞങ്ങൾ നിന്നത്. ഈ പ്രസംഗമൊക്കെ മുഴുവനും കേട്ടതിന് ശേഷമാണ് കാശ്മീരിൻ്റെ ഈ മുന്നേറ്റം, കാശ്മീരിൻ്റെ പ്രത്യേക പദവി അത് കൊടുക്കേണ്ട സാഹചര്യം, അയോധ്യ മൂവ്മെൻറ്റ്. ഓക്കെ, അതിനുശേഷം അയോധ്യ മൂവ്മെൻറ്റ് ഞാൻ പഠിച്ചപ്പോഴാണ് പിന്നെ മാർക്സിൽ നിന്നും മഹർഷിയിലേക്ക് എന്നുള്ള പരമേശ്വർജി നേതൃത്വം കൊടുത്ത വലിയൊരു മുന്നേറ്റം കേരളത്തിൽ. അപ്പോൾ ഈ ഒക്കെ പഠിച്ചപ്പോഴാണ് ഈ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു അർത്ഥശൂന്യമായ ഒരിക്കലും പ്രായോഗികമില്ലാത്ത കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് പറ്റിച്ചു പോവുകയാണെന്ന് ഏറ്റവും മനോഹരമായി ഈ ഇവിടെ നിലവിലുള്ള ഒരു ആശയം, പൊതുപ്രവർത്തനം നടത്താൻ പറ്റിയൊരു ആശയം ഏകാത്മമാനവ ദർശനമാണ്. അത് ദേശീയ പ്രസ്ഥാനങ്ങളുടേതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്ലോലി അയോധ്യ മൂവ്മെൻറ്റും ജോഷിയുടെ യാത്രയുമാണ് എന്നെ ദേശീയ പ്രസ്ഥാനങ്ങളിലേക്ക്. SFI ഇതിലേക്ക് വലിച്ചു കൊണ്ടുപോകാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നു?
ഈ സമയത്ത് തന്നെ ഞാൻ ജനിച്ചു വളർന്ന തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശത്താണ്. അവിടെ RSSൻ്റെ ശാഖ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൻ്റെ ആ ഭാഗത്ത് അവിടെയെല്ലാം മുഴുവൻ ഇടതുപക്ഷമാണ്. ഒരു 1-2 കിലോമീറ്റർ അപ്പുറത്ത് സംഘത്തിൻ്റെ ശാഖ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ ഞങ്ങളുടെ കുടുംബം ഒരു വലിയ ഇടതുപക്ഷ കുടുംബമായതുകൊണ്ട് അവരൊരു പക്ഷേ അവിടെ നിന്ന് 1-2 പ്രവർത്തകരെ വേണം എന്ന് അവരും ആഗ്രഹിച്ചു. നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ ഒരു വേവുമായിട്ട് ചേർന്ന് അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴാണ് സംഘത്തിൻ്റെ ശാഖയിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞത്. അവിടെ നിന്ന് പിന്നെ മെല്ലെ മെല്ലെ വന്ന് കുറച്ച് ആരും പിന്തിരിപ്പിക്കാൻ നോക്കിയില്ലേ? സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ ഞാനിപ്പോൾ ഇപ്പോഴത്തെ ഒരു മിനിസ്റ്ററുടെ സ്റ്റാഫിലുള്ള ഒരു വ്യക്തി ഉൾപ്പെടെ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഉൾപ്പെടെ നമ്മുടെ ഇതിൽ തന്നെ തുടരണമെന്ന് പറഞ്ഞു. അച്ഛൻ ഇടതുപക്ഷ CPIയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അച്ഛൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മണ്ഡലം സെക്രട്ടറിമാരൊക്കെ വന്ന് അച്ഛനോട് ആവശ്യപ്പെട്ടു, എന്നോടൊക്കെ ആവശ്യപ്പെട്ടു. അപ്പോഴൊക്കെ അവർക്ക് മനസ്സിലായി ഞാൻ ABP വളരെ സജീവമായി കഴിഞ്ഞു എന്ന് മനസ്സിലായി. പിന്നീട് അതിലേക്ക് പടിപടിയായിട്ട് അതിലേക്കായി. പിന്നെ ABPയുടെ പ്രധാന ഇതായി. അത് കഴിഞ്ഞ് യുവമോർച്ചയിൽ വന്നു. കെ സുരേന്ദ്രൻ സംസ്ഥാന BJP പ്രസിഡന്റ് ആയപ്പോഴേക്കും എന്നെ യുവമോർച്ചയിലേക്ക് കൊണ്ടുവന്നു ABPയിൽ നിന്ന്. ശേഷം 2 ടേം യുവമോർച്ച പ്രവർത്തിച്ച് 3ാമത്തെ ടേം സംസ്ഥാന യുവമോർച്ച പ്രസിഡന്റായി. സുരേന്ദ്രൻജിയോടൊപ്പം പ്രവർത്തിച്ചതിൻ്റെ ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? സുരേന്ദ്രൻജിയോട് പ്രവർത്തിച്ചതിൻ്റെ അനുഭവം വളരെ വലിയ അനുഭവമാണ്. അത് ശ്രീധരൻപിള്ള സാർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോഴാണ് സുരേന്ദ്രേട്ടൻ യുവമോർച്ച പ്രസിഡന്റ് ഞങ്ങളൊക്കെ വരുന്നത്. അതിനുശേഷം ഇന്ന് വരെ രാജീവേട്ടൻ ഉൾപ്പെടെ, അതായത് ശ്രീധരൻപിള്ള സാർ മുതൽ രാജീവേട്ടൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന പ്രസിഡന്റുമാരോട് പ്രവർത്തിക്കുമ്പോൾ ഓരോ തരത്തിലുള്ള അനുഭവങ്ങളായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. കെ സുരേന്ദ്രൻ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഏതൊരു പ്രതികൂല സാഹചര്യവും ഇപ്പം നമുക്ക് തരണം ചെയ്യുവാനുള്ളൊരു കോൺഫിഡൻസ് അത് എല്ലാ നേതാക്കന്മാർക്കും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഡൈനാമിക്സ് ഞാൻ ഓർക്കുന്നത്, ഇപ്പോൾ ശബരിമല യുവതീ പ്രവേശനം ഉണ്ടല്ലോ, ആ യുവതീ പ്രവേശം വന്ന് ഒരു ദിവസം നമ്മുടെ പമ്പയിൽ 2 പേര് വരുന്നു. ഞങ്ങൾ വാർത്തകളിൽ നിന്ന് പറഞ്ഞത് SC കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് വരുന്നത്, മലയിൽ കയറാൻ വരികയാണ്. അപ്പോഴേക്കും ഞങ്ങളിങ്ങനെ സന്നിധാനത്ത് ഇരിക്കുകയാണ്. വലിയ പോലീസ് സന്നാഹമുണ്ട്, എന്തായാലും അവരെ കയറ്റും എന്നുള്ള ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഞങ്ങൾ 2 പേരോട് കുറച്ച് പ്രവർത്തകരുള്ളൂ, ബാക്കി എല്ലാവരും പോലീസ് അറസ്റ്റ് ചെയ്യും. എന്ത് ചെയ്യണം എന്ന് ആകെ ഒരു അങ്കലാപ്പിലാണ്. അപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞു എന്തായാലും ശരിയാണ്, നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നടയിൽ തൊഴുതതിന് ശേഷം താഴേക്ക് ഇറങ്ങി നമുക്ക് ആ നടപ്പന്തലിൻ്റെ അവിടെ നിൽക്കാം, വരട്ടെ അപ്പോഴേക്കുള്ള സാഹചര്യം പോലെ ചെയ്യാം, ആ കോൺഫിഡൻസ് നമുക്ക് പോകാൻ ഫേസ് ചെയ്യാം, സാമാന്യ ചങ്കൂറ്റമാണ് അല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉള്ള ആൾക്കാരെയും വിളിച്ചുകൊണ്ട് നമുക്കവിടെ നിൽക്കാം, വരുന്നത് വരട്ടെ നോക്കാം, എന്തായാലും അവരിവിടെ കിടക്കില്ല, നിങ്ങൾ കൂടെ വന്നു എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ്. അന്ന് അദ്ദേഹം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ആ കോൺഫിഡൻസിൽ ഞങ്ങളവിടെ പോയി. അവിടെ പോയി നിന്നപ്പോഴാണ് വാർത്ത വരുന്നത്, പമ്പയിൽ ഭയങ്കര മഴയാണ്, മുകളിലേക്ക് കയറാൻ സാധിക്കില്ല, ഇത്രയും പോലീസിനും വനിതകൾക്കും കൂടെ കയറാൻ സാധിക്കില്ല, അതുകൊണ്ട് പോലീസ് അവരുടെ യാത്ര മാറ്റിവെച്ചു എന്ന് കാണുന്നത്. എനിവേ അല്ലെങ്കിലും ഞങ്ങൾ ഫേസ് ചെയ്യാമായിരുന്നു. എങ്ങനെയാണ് ആ ഒരു കോൺഫിഡൻസ് ഒരു പൊളിറ്റീഷ്യന്, പ്രത്യേകിച്ച് ഒരു പ്രതിപക്ഷത്ത് നിൽക്കുന്ന നേതാക്കന്മാർക്ക് ഉണ്ടാകേണ്ട ഒരു കോൺഫിഡൻസ്? താങ്കൾ പൊതുവേ ഇപ്പം BJPയിലെ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ല എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ പൊതുവേ താങ്കൾ കെ സുരേന്ദ്രൻജിയോടും മുരളീധരൻജിയോടൊക്കെ കൂടുതൽ അടുപ്പം പുലർത്തിയ ഒരു നേതാവായിട്ട് പറയാറുണ്ട്. എന്ത് പറയുന്നു? അത് എല്ലാവരോടും ഉണ്ട്. ഇപ്പോൾ VK കൃഷ്ണദാസായിരുന്നാലും കുമ്മൻരാജനായാലും ശ്രീധരൻപിള്ള സാറായാലും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർജി തിരുവനന്തപുരത്ത് പാർലമെൻറ്റ് മത്സരിക്കാൻ വന്നപ്പോൾ ഞാനായിരുന്നു ജില്ലാ പ്രസിഡന്റ്. ഇപ്പോൾ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോഴാണ് ഞാൻ മേയറാവുന്നത്. അപ്പോൾ അടുപ്പവും വ്യക്തിബന്ധവും ഒക്കെ തന്നെ എല്ലാ നേതാക്കന്മാരുമായിട്ടും നന്നായിട്ടുണ്ട്. പിന്നെ കെ സുരേന്ദ്രൻ സംസ്ഥാന യുവമോർച്ച പ്രസിഡന്റ് ആകുമ്പോഴാണ് ഞങ്ങൾ യുവമോർച്ചയിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു 10-15 വർഷം നമ്മൾ ഒരുപോലെ ഒരുമിച്ച് പ്രവർത്തിക്കും. ഇപ്പോൾ തന്നെ ഒരു മാധ്യമത്തിൽ അംഗമായിട്ട് ഒരു 15 വർഷം 20 വർഷം ഒരു പ്രവർത്തകൻ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൃദയബന്ധമുണ്ട്. അതിപ്പോൾ രാജീവ് ചന്ദ്രശേഖർജിയായിട്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് 45 ദിവസം ഞങ്ങൾ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചു. ആ ഒരു ഹൃദയബന്ധം ഓരോരുത്തരുമായിട്ട് ഓരോ രീതിയിൽ എത്രത്തോളം നമ്മൾ അടുത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോൾ അത്രത്തോളം ബന്ധം ശക്തമാകും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ അനുകുമാരി നഗരപിതാവിൻ്റെ കുപ്പായ അണിയിച്ചു. അപ്പോൾ താങ്കളുടെ മനസ്സിൽ വന്ന ഒരുപാട് ഓർമ്മകളുണ്ടാവും, ഒരുപാട് ചിലരോടൊക്കെ കടപ്പാട്, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മുഖം മനസ്സിൽ ഒരു കടപ്പാടോടുകൂടി ഓർക്കുന്നുണ്ടെങ്കിൽ അതാരാണ്, അല്ലെങ്കിൽ പലരാണോ? ഞാൻ ഇന്നലെ തന്നെ അവിടെ സംസാരിച്ചപ്പോഴേക്കും, മേയർ പദവിയിൽ എത്തിയതിൻ്റെ പശ്ചാത്തലം സംസാരിച്ചപ്പോഴേക്കും പറഞ്ഞല്ലോ അവിടെ, അതായത് 2020 എന്നോട് ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി സുരേന്ദ്രേട്ടൻ ആവശ്യപ്പെട്ടു. 2025 ആയപ്പോഴേക്കും രാജീവ് ചന്ദ്രശേഖർജി വീണ്ടും അതേ ആവശ്യം ഉന്നയിച്ചു. അപ്പോൾ അവരുടെ 2 പേരുടെയും ഒരു സ്നേഹപൂർവ്വമുള്ള നിർബന്ധമായിരുന്നു ഈ പദവിയിലേക്ക് എത്താൻ വേണ്ടി ഇടയാക്കിയത്. 2020 മത്സരിക്കാൻ വേണ്ടി കെ സുരേന്ദ്രൻജി പറയുമ്പോൾ അന്ന് മേയർ സ്ഥാനം വനിതയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം വനിതയായിരിക്കും മേയർ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മത്സരിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ നമ്മൾ ഭരണത്തിലെത്തിയേക്കാം, നമ്മൾ ഭരണത്തിലെത്തിക്കഴിഞ്ഞാൽ സീനിയർ നേതാക്കന്മാർ ഭരണത്തിലുള്ള സംവിധാനത്തിൽ ഉള്ളിലുണ്ടാകണം, ഏത് പദവി എന്നുള്ള മെറ്റീരിയലാണ്.
ഏത് പദവിയിലായാലും നമുക്ക് നടപ്പിലാക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ടീം ഉണ്ടാകണം എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നു. പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഭരണത്തെക്കാൾ നല്ല പ്രതിപക്ഷമാവാൻ, അത് ഒരു കോർപ്പറേഷനിൽ ഒരു പ്രതിപക്ഷത്തിന് ഇത്രത്തോളം റോളുണ്ടെന്ന് രാജ്യത്ത് തന്നെ തെളിയിക്കാൻ വേണ്ടി നമ്മുടെ പ്രതിപക്ഷ നിരയ്ക്ക്, അതായത് ഞാൻ മാത്രമല്ല, നമ്മുടെ പി അശോക് കുമാർ സാറ്, കരമന അജിത്ത്, ചെമ്പഴന്തി ഉദയൻ, MR ഗോപൻ, അഡ്വക്കേറ്റ് ഗിരികുമാർ, സിമി ജ്യോതിഷ്, ഇങ്ങനെ നല്ല അനുഭവ സമ്പത്തുള്ള ഒരു നിരയുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ പുറത്തുകൊണ്ടുവരാൻ സാധിച്ചത്. ഇപ്പോൾ BJPക്ക് ഇതുവരെ ഈ സമരം ചെയ്തുള്ള പരിചയമുള്ളൂ, ഭരണപരിചയമില്ല. അതിലേക്ക് എങ്ങനെ വരും? ഭരണപരിചയം BJPക്ക് ഇല്ല എന്നുള്ളത് നമുക്ക് മാറ്റി വയ്ക്കാം. കാരണം പക്ഷേ കേരളത്തിൽ കോർപ്പറേഷൻ ഭരിച്ച ഭരണപരിചയം ഇല്ലെന്ന് ഞാൻ സമ്മതിക്കും. ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിൽ രാജ്യം ഭരിച്ചുള്ള പരിചയമുള്ള നേതാക്കന്മാരുണ്ട്, നിരവധി വർഷങ്ങളോളം സംസ്ഥാനം ഭരിച്ചുള്ളവർ, പിന്നെ വിജയിച്ച മേയർമാർ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ രാജീവ് ചന്ദ്രശേഖരനെയും VG മുരളീധരനെയും വളരെ വിജയിച്ച കേന്ദ്രമന്ത്രിമാരാണ്. ജോർജ് കുര്യൻജി വളരെ നന്നായിട്ട് പുറത്തു, സുരേഷ് ഗോപിയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോർപ്പറേഷൻ ആദ്യമായിട്ട് അങ്ങനെ എവിടെയെങ്കിലും ഒരിടത്ത് ആദ്യം കിട്ടണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പറഞ്ഞ ഒരു കാര്യത്തോടെ യോജിക്കുന്നു. സമരം ചെയ്യുന്ന പോലെ അല്ല ഭരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം, ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അറിവുള്ളവരോട് ചോദിക്കും, അറിയാത്ത കാര്യങ്ങൾ ചോദിക്കും. അത് സമയം കൂടുതൽ ഇതിനു വേണ്ടി ഭരണത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വയ്ക്കൂ എങ്കിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന മുദ്രാവാക്യം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഒരു സംശയവും വേണ്ട, ഒരു 18-19 മണിക്കൂർ ദിവസവും കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഫീൽഡിലോ ഓഫീസിലോ ജനങ്ങളുടെ ഇടയിലോ എവിടെയാണ് ആവശ്യം അവിടെ ഓടിയെത്തിയാൽ മാത്രമേ സാധിക്കൂ. രാത്രി മേയർ നഗരത്തിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവണമല്ലോ. ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ഓഫീസ് സംവിധാനം ഉപയോഗിക്കുമ്പോൾ 5, 8, 10 സ്റ്റാഫിനെയൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോഴേക്കും പൂർണ്ണമായിട്ടും പരമാവധി സമയം ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറുണ്ട്. മാതൃകയായിട്ട് നരേന്ദ്രമോദിയുണ്ട്. നരേന്ദ്രമോദിജിയുടെ ഓഫീസിലെ ലൈറ്റ് എപ്പോഴാണ് അണയുന്നത്, എപ്പോഴാണ് തെളിയുന്നത്, അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. രാത്രിയിലും താങ്കൾ ഒരു പക്ഷേ മേയറുടെ ഓഫീസിലുണ്ടായിരുന്നു. മേയറുടെ ഓഫീസിൽ അല്ലെങ്കിൽ ഞാൻ ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ ഏതെങ്കിലും ഭാഗത്തുണ്ട്, ഏതെങ്കിലും സോണൽ ഓഫീസിലോ പ്രവർത്തകരുടെ വീട്ടിലോ കൗൺസിലർമാരുടെ വീട്ടിലോ റോഡ് പണി നടക്കുന്നിടത്തോ ഒക്കെ ഉണ്ടാകണമെന്നാണ് ആഗ്രഹം. അങ്ങനെ തന്നെയാണ് തീരുമാനം. പരമാവധി ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ അങ്ങനെയുള്ള വാശി പിടിക്കുന്നില്ല, കാരണം അവർ തന്നെ സർക്കാർ ജീവനക്കാരാണ്, അവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ പരമാവധി ജനപ്രതിനിധികൾ ഉൾപ്പെടെ, പൊതുപ്രവർത്തകർ ഉൾപ്പെടെ അത്തരത്തിലാകണമെന്നുള്ള ഒരു അപേക്ഷ എനിക്കുണ്ട്. നേരെ കാണാൻ ജനങ്ങൾക്ക് ഏത് രീതിയിലായിരിക്കും സൗകര്യം കിട്ടുക? അത് ഞങ്ങളൊന്ന് ആലോചിച്ചതിന് ശേഷം, കാരണം ഒരു കാര്യം ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും. ഒരു സിസ്റ്റം രൂപപ്പെടുത്തി, ഇന്നലെ ഇപ്പോൾ 24 മണിക്കൂർ ആയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ട്, ഒരു സിസ്റ്റം രൂപപ്പെടുത്തിയതിന് ശേഷം ഞങ്ങൾ പബ്ലിഷ് ചെയ്യും. ഏത് ഫോണിൽ എപ്പോഴും കിട്ടും, ഏത് സമയത്ത് കാണാൻ സാധിക്കും. ഞങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പറഞ്ഞൊരു കാര്യം, പരമാവധി ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു 1-2 മാസത്തിലൊരിക്കൽ മേയറും ഡെപ്യൂട്ടി മേയറും കോർപ്പറേഷൻ സെക്രട്ടറിയും അടങ്ങുന്ന ഒരു ടീം ഒരു 5-8 വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കുറേ സമയം ചെലവഴിക്കുക. അങ്ങനെ അവരവിടെ വരട്ടെ, ആൾക്കാരവിടെ. നമുക്ക് ഇമ്മീഡിയറ്റ് ചിലതൊക്കെ ചെറിയ കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ സെക്രട്ടറി ഉൾപ്പെടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് തീരുമാനം എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അവിടെ വെച്ച് തന്നെ തീരുമാനം എടുത്തുവിടാം. ഈ പാവങ്ങളെ വെറുതെ മാസങ്ങളോളം കോർപ്പറേഷൻ നടത്തിക്കേണ്ട ചില കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, ചിലത് സാധിക്കാത്തതായിരിക്കും. അത് നമുക്ക് നല്ല സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഇവിടെ സാധിക്കില്ല, നിങ്ങൾ വേറൊരു മെക്കാനിസം നോക്കുക. അപ്പോൾ അവർക്ക് അടുത്തതിലേക്ക് പോകാം. ഇവിടെ ഇട്ട് നമ്മളവിടെ സമയം കളയണ്ടല്ലോ. അങ്ങനെ ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യാൻ ആലോചിക്കണം. അത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമാക്കിയിട്ട് അറിയിക്കും. അതുപോലെ തന്നെ ഒരു ഇപ്പം നഗരസഭ ഇപ്പോൾ എല്ലാം നമ്മൾ ഈ മാധ്യമ മേഖലയിലേക്ക് മാറിയിട്ടുണ്ട്, എല്ലാം ഓൺലൈൻ. പക്ഷേ സാധാരണ പാവപ്പെട്ട നിരക്ഷരായിട്ടുള്ള ആൾക്കാർ ചില അപേക്ഷകൾ നൽകാൻ പോലും വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. കോർപ്പറേഷനിൽ വരുന്ന അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഡെസ്കോ അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും ആൾക്കാർ ഇപ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം ഡിജിറ്റലൈസ് ചെയ്യാനോ എല്ലാവരെയും ഡിജിറ്റൽ സാക്ഷരരാക്കാനോ നമുക്ക് സാധിക്കില്ല. പക്ഷേ നമ്മളൊരു പരിശ്രമം ആരംഭിക്കണം. ഇപ്പോൾ QR കോഡ് വന്നപ്പോഴേക്കും എന്തെല്ലാം പാർലമെൻറ്റിൽ ഉൾപ്പെടെ ഇതിന് എന്താ പോയിന്റ് ഓഫ് സർവീസ് മെഷീൻ ഉണ്ടോ, ഇത് നെറ്റ് കിട്ടുമോ, പച്ചക്കറി വാങ്ങാൻ പോകുന്ന ആൾ എങ്ങനെ പൈസ കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് ഒരു മുൻ ധനകാര്യമന്ത്രി പരിഹസിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ലോകം വിലയിരുത്തുന്ന ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുന്ന രാജ്യം ഭാരതമാണ്. മാത്രമല്ല ടാക്സ് നെറ്റിലേക്ക്, നമ്മുടെ സമ്പദ്ഘടനയിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നു. അപ്പോൾ ഈ രീതിയിലേക്ക് നമ്മുടെ നഗരം തിരുവനന്തപുരം കോർപ്പറേഷൻ ആകണമെന്നുള്ള ലക്ഷ്യം കണ്ടുകൊണ്ട്, എന്നാൽ എല്ലാവർക്കും അതിലേക്ക് ഇപ്പോൾ തുടങ്ങാൻ സാധിക്കില്ലെന്നുള്ള പരിമിതിയും മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളെങ്ങനെ അവരെ സഹായിക്കാം. ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് എല്ലാ കോർപ്പറേഷൻ കൗൺസിലർമാരുടെയും വാർഡുകളിൽ ഇത്തരത്തിലൊരു സിസ്റ്റം നമ്മൾ അങ്ങോട്ട് ഓൺലൈനിലൂടെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തവർ വന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കുന്ന, ഓഫീസ് ടൈമിൽ സഹായിക്കുന്ന ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് അത്തരത്തിലേക്ക് നമുക്ക് തുടങ്ങാം. ആലോചിക്കാം. ഇപ്പം മുഖ്യമന്ത്രിയെ കഴിഞ്ഞ ദിവസം അങ്ങ് ഫോണിൽ വിളിച്ചു, മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ ശ്രമിക്കുമോ? തീർച്ചയായിട്ടും ശ്രമിക്കും. അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തോട് നോമിനേഷൻ കൊടുക്കുന്നതിന് മുൻപ്, കാരണം ഞങ്ങൾക്ക് വിജയസാധ്യത ഉള്ള പോസ്റ്റ് ആയതുകൊണ്ട് നോമിനേഷൻ കൊടുക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ ഞാൻ വിളിച്ചിരുന്നു. അദ്ദേഹവുമായി സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം സമയം കിട്ടിയപ്പോഴേക്കും സെക്രട്ടറി തിരിച്ചു വിളിക്കുകയായിരുന്നു. അതിൻ്റെ മാധ്യമങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രി ഇങ്ങോട്ട് വിളിച്ചത്, ഞാൻ അങ്ങോട്ട് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്താണ് തിരിച്ചു വിളിച്ചത്. ഞാൻ CM സംസാരിക്കുന്നത് കേട്ടിട്ട് മാധ്യമങ്ങളൊക്കെ തന്നെ CM
വിളിച്ചു എന്നൊരു ന്യൂസ് കൊടുക്കുക. അല്ല, ഞാൻ അങ്ങോട്ട് സെക്രട്ടറി വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു വിളിക്കുകയായിരുന്നു. CM-നെ കണ്ട് തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് ആവശ്യമായ ചർച്ചകൾ നടത്താൻ താല്പര്യമുണ്ട്. സ്വാഭാവികമായിട്ട് സിറ്റി കോർപ്പറേഷൻ്റെ മേയർ എന്നുള്ള നിലയ്ക്ക് അത് എൻ്റെ ജനങ്ങളെ ഏൽപ്പിച്ചിട്ട് ഉത്തരവാദിത്വമാണല്ലോ. ഇപ്പം നരേന്ദ്രമോദിജി തിരുവനന്തപുരത്ത് വരുമോ എന്നുള്ളതാണ് ഇനിയിപ്പം വോട്ടർമാർ കാത്തിരിക്കുന്നത്. കാരണം BJP കൊടുത്തൊരു വാക്കുണ്ട്, 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നഗരത്തിലെത്തുകയും ഇവിടുത്തെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതെന്തായി? സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇവിടെ നമ്മുടെ പുത്തരിക്കണ്ടത്ത് നടന്ന ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിമാരുടെ സംഗമത്തിൽ പറഞ്ഞതാണ് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുമെന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ പണിപ്പുരയിലാണ്, അത് സാധിക്കും. അപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 50 സീറ്റ് NDAക്ക് കിട്ടി. അത് ഈ ഒരു പ്രധാനമന്ത്രി ഇവിടെ വന്നൊരു വലിയ വികസന പദ്ധതി പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ ആ ഒരു ക്യാമ്പയിൻ വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടില്ലേ? തീർച്ചയായിട്ടും അതുൾപ്പെടെ ഗുണം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നടത്തിയ ക്യാമ്പയിൻ, അതായത് പ്രധാനമന്ത്രി വരും, തിരുവനന്തപുരത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കും, അതുപോലെ തന്നെ 2036 ഒളിമ്പിക്സ് ഇന്ത്യയിൽ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരിനം തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും, ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. ഒപ്പം ഞങ്ങൾ നടത്തിയ സമരങ്ങളും മുന്നോട്ട് വെച്ച മറ്റ് നിർദ്ദേശങ്ങളും. ഇപ്പം ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം എന്താണ് മേയറുടെ പ്രയോറിറ്റി എന്നാണ്. ഒന്നാമത്തെ പ്രയോറിറ്റി എന്താണ്? വേസ്റ്റ് മാനേജ്മെൻറ്റ്. അത് എളുപ്പമാണോ? എളുപ്പമില്ലാത്ത കാര്യങ്ങൾ ചെയ്യണമല്ലോ. കാരണം ഈ പ്ലാന്റുകളൊക്കെ വരുമ്പോൾ ആ പ്രദേശവാസികൾ പൊതുവെ എതിർപ്പ്. അല്ല, ഈ ഇപ്പോൾ ഓരോ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭരണകൂടം ചെയ്യേണ്ടത്, ഞാൻ മനസ്സിലാക്കി എൻ്റെ പൊതുപ്രവർത്തന പരിചയത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഈ സാഹചര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ സാധിക്കില്ല. ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ സാധിക്കില്ല. പല ആൾക്കാരും മാധ്യമപ്രവർത്തകരാവട്ടെ ഉദ്യോഗസ്ഥരാവട്ടെ തിരുവനന്തപുരത്ത് ജോലിക്ക് വന്നിട്ട് പലരും ഇവിടെ സെറ്റിൽ ചെയ്യുകയാണ്. അതൊരു നഗരത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പോപ്പുലേഷൻ ഡെൻസിറ്റിയോ മാലിന്യം ദിവസവും കൂടുന്നതോ ഒന്നും നമ്മളാരും വിചാരിച്ചാൽ മാറ്റാം. പക്ഷേ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്കിതെങ്ങനെ പരിഹരിക്കാം? ലോകത്ത് തിരുവനന്തപുരത്ത് മാത്രമല്ലല്ലോ വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇതിനേക്കാൾ കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റിയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സാഹചര്യം വെച്ചുകൊണ്ട് ഇൻഡോർ മോഡൽ, ഇൻഡോറിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇൻഡോറിൽ ആവശ്യത്തിലധികം വേക്കൻറ്റ് ലാൻഡ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് 500 അല്ല 1000 ടൺ ചെന്ന് കഴിഞ്ഞാൽ ഒറ്റ പ്ലാന്റിൽ തന്നെ അവർക്ക് ഡിസ്പോസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ തിരുവനന്തപുരത്ത് അത്രത്തോളം ലാൻഡ് കിട്ടാനില്ല. അപ്പോൾ തിരുവനന്തപുരത്ത് അവൈലബിൾ ആയിട്ടുള്ള ലാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ടെക്നോളജി, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് എങ്ങനെ പരിഹരിക്കാം? ഇപ്പോൾ എനിക്കൊരു കാര്യത്തിൽ അങ്ങേറ്റം തന്നെ തെറ്റാണെന്നുള്ള അഭിപ്രായമാണ്. വിളപ്പിൽ ശാലയിൽ എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സിറ്റിയിലെ മാലിന്യം കൊണ്ടുവന്നത്? അവിടെയും മനുഷ്യരല്ലേ. ഇപ്പം തിരുവനന്തപുരം സിറ്റിയിലെ മാലിന്യം വിളപ്പിൽ ശാലയിൽ കൊണ്ടുപോയി സംസ്കരിക്കാൻ വേണ്ടി അവിടെ സ്ഥലം വാങ്ങുന്നു. ആ പദ്ധതി പരാജയപ്പെട്ട ആശയം തന്നെ പരാജയമായിരുന്നു. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരിടത്ത് പക്ഷേ കൊണ്ടുപോയാലേ പറ്റൂ. പക്ഷേ അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോകുമ്പോൾ അത് അവിടെയുള്ളവർക്ക് ബാധ്യതയാവരുത്. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റം കൃത്യമായിട്ട്, ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി അന്ന് പറഞ്ഞത്, ഇപ്പോഴത്തെ മന്ത്രി, അന്നത്തെ മേയർ, അദ്ദേഹം പറഞ്ഞത് ഹൈദരാബാദിൽ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം ഉൾപ്പെടെ ഒരു ടീം ഹൈദരാബാദിൽ പോയി കണ്ട് വിജയകരമായി അവിടെ നടക്കുന്ന പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കിയതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പദ്ധതി നടപ്പിലാക്കിയാലേ പാളിച്ചയാണ്. ഒന്നിൽ ഹൈദരാബാദിലെ പദ്ധതി പാളിച്ച, അല്ലെങ്കിൽ ഇവിടുത്തത്. അപ്പോൾ ഈ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ സാഹചര്യത്തിൽ എങ്ങനെ പരിഹരിക്കാം? പരിഹരിച്ചല്ലേ ഒക്കുള്ളൂ. മാലിന്യ നീക്കമാണ് ആദ്യത്തെ പ്രയോറിറ്റി. അതിന് ഫസ്റ്റ് പ്രയോറിറ്റി. രണ്ടാമത്തെ പ്രയോറിറ്റി എന്താണ്? അതായത് ഇത് ഷോർട്ട് ടേം, അങ്ങനെ ചോദിക്കുമ്പോൾ ഷോർട്ട് ടേം പ്രോജക്റ്റുകളും ആവശ്യമാണ്, ലോങ് ടേം പ്രോജക്റ്റുകളും ആവശ്യമാണ്. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ, നമ്മുടെ കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപ പിരിഞ്ഞു കിട്ടാനുണ്ട്. പ്രൊഫഷണൽ ടാക്സ് കിട്ടാനുണ്ട്. പ്രൊഫഷണൽ ടാക്സ് പലരും 100 പേര് ജോലി ചെയ്യുമ്പോഴേക്കും 10 പേര് ടാക്സ് അടയ്ക്കുന്നത്. പിന്നെ പലരുടെ കെട്ടിടങ്ങളുടെയും ലക്ഷക്കണക്കിന് രൂപ നികുതിപ്പണം കിട്ടാനുണ്ട്. ഇത് പലരും കേസ് കൊടുത്തിട്ട് കീഴ്ക്കോടതികളിലും കിടപ്പുണ്ട്, ചിലത് ഹൈക്കോടതിയിലും കിടപ്പുണ്ട്. ഈ ഹൈക്കോടതിയിലേക്ക് കിടക്കുന്ന കേസ് ഓരോ പോസ്റ്റിംഗ് കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യണം. അടുത്ത പോസ്റ്റിങ്ങിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. അല്ലെങ്കിൽ 5-10 വർഷം കിടക്കും. 1 കോടി രൂപ കോർപ്പറേഷന് കിട്ടേണ്ട 1 കോടി രൂപ 10 വർഷം കോടതിയിൽ കെട്ടിക്കിടന്നാൽ എത്ര രൂപ ജനങ്ങൾക്ക് നഷ്ടമാകുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടിയന്തരമായി പരിശോധിക്കും. ഈ തെരുവ് നായ ശല്യം ഇവിടെ ജനങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. അതിനെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഷെൽട്ടറുകളിൽ തെരുവുനായ്ക്കളെ ഷെൽട്ടറുകളിൽ അടയ്ക്കുവാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. ഇപ്പം മാറാത്തതും മാറും എന്നുള്ളതാണ് BJPയുടെ ഒരു സ്ലോഗൻ. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിന്റെ ഒരു മുഖം ഏത് രീതിയിൽ മാറണമെന്നാണ് അങ്ങയുടെ സങ്കല്പം? അത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞു. 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും വികസനം എത്തിയിട്ടുള്ള 3 നഗരങ്ങളിൽ ഒരു നഗരമായി തിരുവനന്തപുരം മാറും. ഇവിടെ ജീവിക്കാൻ ആൾക്കാർ കൊതിക്കും എന്നും താങ്കൾ പറഞ്ഞു. തിരുവനന്തപുരത്ത് ജീവിക്കാൻ ഞാൻ തിരുവനന്തപുരത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ തോന്നുന്ന അവസ്ഥയിലേക്ക് തിരുവനന്തപുരത്ത് മാറ്റിയെടുക്കുക. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ 50 സീറ്റ് BJPക്ക് കിട്ടി. അത് പ്രതീക്ഷിച്ചിരുന്നു? അത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഞങ്ങൾ 45 സീറ്റിന് മുകളിൽ ഉറപ്പായിട്ട് കിട്ടും. അതൊരു 50-52 വരെ പോകാമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണം
അവിടെയാണൊരു നിങ്ങൾ ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ എത്രത്തോളം നിരീക്ഷിച്ചു എന്ന് എനിക്ക് മനസ്സിലാവില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡീലിമിറ്റേഷൻ നടന്നു. എന്തായിരുന്നു ഈ ഡീലിമിറ്റേഷൻ്റെ ഉദ്ദേശം? ഈ ഡീലിമിറ്റേഷൻ്റെ ഉദ്ദേശം തിരുവനന്തപുരം പാർലമെൻറ്റിൽ ഞാൻ തിരുവനന്തപുരത്തെ കാര്യമാണ് പറയുന്നത്. തിരുവനന്തപുരം പാർലമെൻറ്റിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചപ്പോൾ 72 വാർഡുകൾ ഞങ്ങൾ ലീഡ് ചെയ്തു. 72 ഞങ്ങൾ ലീഡ് ചെയ്തു. 27 വാർഡുകളിൽ 72 വാർഡിൽ ഞങ്ങൾ ലീഡ് ചെയ്തു. ഒരു വാർഡിൽ CPM ലീഡ് ചെയ്തു, കാട്ടായിക്കുളം വാർഡ് മാത്രം. ബാക്കിയെല്ലാം കോൺഗ്രസ് UDF ആണ് ലീഡ് ചെയ്തത്. അപ്പോൾ CPM തുടങ്ങിയ ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ട് ഇവർ ഈ ഡീലിമിറ്റേഷൻ്റെ പേര് പറഞ്ഞ് ഞങ്ങൾ ലീഡ് ചെയ്യുന്ന ബൂത്തുകൾ ഞങ്ങൾക്ക് സ്വാധീനമില്ലാത്ത ചില വാർഡുകളിലേക്ക് ചേർത്ത്, ഉദാഹരണത്തിന് ഇപ്പോൾ മുട്ടത്തറ വാർഡ്, ആ വാർഡിനെ തന്നെ ഇല്ലാതാക്കിയിട്ട് മുട്ടത്തറ വാർഡിൽ BJPക്ക് നല്ല വോട്ട് കിട്ടുന്ന 1-2 ബൂത്ത് എടുത്തിട്ട് ഭീമാപള്ളിയിലോട്ടിട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഭീമാപള്ളിയിൽ അപ്പുറത്തെ ഭാഗത്ത് 5000-10000 വോട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 3000 വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും BJP ജയിക്കില്ല. അപ്പോൾ ഇപ്പുറത്ത് നഷ്ടപ്പെടുകയും ചെയ്തു, അപ്പുറത്ത് ഞങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല. ഇനി ഇങ്ങനെ 100 വാർഡിലും അവർ പദ്ധതികൾ തയ്യാറാക്കി. പക്ഷേ ഞങ്ങൾ തിരുവനന്തപുരത്ത് ചെയ്തത് ഈ CPM ഫൈറ്റ് ചെയ്യുന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഡീലിമിറ്റേഷൻ തുടങ്ങിയ സമയം മുതൽ തന്നെ രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ ഇടപെട്ടു. ഓരോ ദിവസവും തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളുടെ 35 കൗൺസിലർമാരും കോർപ്പറേഷനിൽ ഹാജരായിക്കൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ രാഷ്ട്രീയമായും നിയമപരമായുള്ള സമ്മർദ്ദം എല്ലാ ദിവസവും വിവരാവകാശം കൊടുക്കുക. ഇവർ ചെയ്യുന്ന തെറ്റായ ഓരോ കാര്യത്തിലും തടസ്സപ്പെടുത്തുക, ധർണ നടത്തേണ്ടത് ധർണ നടത്തുക. അങ്ങനെ 1.5-2 വർഷം ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധം. ഡീലിമിറ്റേഷൻ്റെ ഉത്തരവ് വന്ന് ആദ്യത്തെ ദിവസം ഞങ്ങളതിൻ്റെ സെക്രട്ടറിയും ഇലക്ഷൻ കമ്മീഷൻ ഷാജാൻ സാറിനെയും കണ്ടിട്ട് ഞങ്ങളുടെ ആശങ്കകൾ അറിയിച്ചു. അങ്ങനെ ഫൈനൽ ലിസ്റ്റ് വരുന്നത് വരെ ഇപ്പോൾ കഴക്കൂട്ടം മണ്ഡലത്തിൽ 22 വാർഡാണ് ഉണ്ടായിരുന്നത്. CPM 28 വാർഡാക്കി. വേറെ ഒരിടത്തും അങ്ങനെ കൂട്ടിയില്ല. നേമത്ത് 1 കൂട്ടിയത്. നേമത്ത് 21-22 ആക്കിയപ്പോൾ കഴക്കൂട്ടം 22-28 ആക്കി. തിരുവനന്തപുരം മണ്ഡലത്തിൽ അവർ 4-5 വാർഡ് കുറച്ചു. അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ 1 വാർഡ് കുറച്ചു, പകരം 1 വാർഡ് കൂട്ടി. എന്നാൽ കഴക്കൂട്ടം, അപ്പം ഞങ്ങൾക്കറിയാം കഴക്കൂട്ടത്ത് പൊളിറ്റിക്കൽ സ്റ്റേക്ക് CPM കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ പ്രദേശങ്ങൾ ശക്തമായിട്ട് കഴക്കൂട്ടത്ത് BJP ഭയങ്കരമായിട്ടൊരു മുന്നേറ്റം നടത്തി. ഞാൻ പറഞ്ഞതാണ്, CPM അങ്ങനെ ഒരു പരിശ്രമം നടത്തിയപ്പോൾ അതിൻ്റെ ചിലരൊക്കെ ഒരു ആക്ഷേപം പോലെ പറയുന്നുണ്ട്, ചില അന്തർധാരകളുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരിച്ച് സഹായിക്കാം. ഒരിക്കലും അത്തരത്തിലുള്ള ഒരു കാര്യത്തിലും യാതൊരു യാഥാർത്ഥ്യവുമില്ല. ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ പ്രവർത്തകരുടെ കഠിനാധ്വാനം. ഞങ്ങളുടെ ഈ ഡീലിമിറ്റേഷൻ്റെ പിന്നിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ടുണ്ടായിരുന്നു. CPM നമ്മൾ പറയാറുണ്ടല്ലോ വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറുമെന്ന്. CPM ഡീലിമിറ്റേഷൻ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് BJP പരാജയപ്പെടുത്തുന്ന ഉദ്ദേശമാണോ എന്ന ഒരു ഘടകം. അത് CPM-ന് തന്നെ വിനയായി മാറി. വളഞ്ഞ വഴിയിലൂടെ ജയിക്കാൻ നോക്കിയതാണ്. അതുകൊണ്ട് തന്നെ കഴക്കൂട്ടത്ത് ഞങ്ങൾക്ക് 14 സീറ്റ് ജയിക്കാൻ സാധിച്ചു. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൽ മേയർ വളരെ വിമർശന വിധേയമായിരുന്നു, വ്യക്തിപരമായിട്ടല്ല, അല്ലാതെ ഭരണകാര്യങ്ങളിൽ. എന്ത് പറയുന്നു അതിനെക്കുറിച്ച്? അല്ല, അത് നിങ്ങൾക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു? അല്ല, അവരുടെ പീരീഡ് ഇപ്പോൾ കഴിഞ്ഞു. ഒരുപാട് ചർച്ച ചെയ്താണ്. ഞാൻ ഈ അക്കാര്യങ്ങൾ ഈ മുൻ ഭരണാധികാരിയെക്കുറിച്ചുള്ള അത്തരത്തിലുള്ള ചർച്ചയിലേക്ക് ഞാൻ പറയുന്നില്ല. ആശയപരമായി ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടായിരുന്നു. വ്യക്തികളുടെ ഒരു വിയോജിപ്പില്ല, ആശയപരമായ വിയോജിപ്പുണ്ടായിരുന്നു. ആ വിയോജിപ്പ് നമുക്ക് പ്രകടിപ്പിക്കും. പല അഴിമതി ആരോപണങ്ങളും ഈ കാലയളവിൽ കൊണ്ടുവന്നു, താങ്കൾ ഉൾപ്പെടെ, കൗൺസിലിൽ ഉൾപ്പെടെ. പക്ഷേ പിന്നീട് രാജീവ് ചന്ദ്രശേഖർജി തന്നെ അത് വലിയ രീതിയിലൊരു ആരോപണമായിട്ട് നിരന്തരം ഉന്നയിക്കുകയും ചെയ്തു. അത്തരം കാര്യങ്ങളിൽ പുതിയ മേയറുടെ ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും? തീർച്ചയായിട്ടും സംസ്ഥാന അധ്യക്ഷൻ അന്ന് തന്നെ പറഞ്ഞല്ലോ, പരിശോധിക്കേണ്ട കാര്യങ്ങൾ പരിശോധിക്കും. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഉൾപ്പെടെ ദേശീയ നേതൃത്വത്തിൻ്റെ ഇടപെടലുകൾ ഉൾപ്പെടെ അക്കാര്യങ്ങളുള്ള വസ്തുതകൾ പരിശോധിക്കും. താൽക്കാലിക ജീവനക്കാരായിട്ട് തന്നെ ഒരുപാട് നിയമനം നടത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലുള്ള സമീപനം എന്തായിരിക്കും? അതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ആരംഭിച്ചില്ല. പക്ഷേ ഒരു കാര്യമാണ്, അതിൽ 1-2 കാര്യങ്ങൾ വളരെ ഞങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇപ്പോൾ ജോലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യണം. ഞാൻ നേരത്തെ ഞങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പോൾ VV രാജേഷിനെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മേയർക്ക് അതിന് പ്രവർത്തിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ സിസ്റ്റം ഞങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് ജോലി ചെയ്യാൻ തയ്യാറാക്കണം. അതുപോലെ തന്നെയാണ് രാവിലെ 10 മണിക്കാണ് ഓഫീസ് ടൈമെങ്കിൽ അവർ 10 മണി തൊട്ട് 5 മണി വരെ അവരുടേതായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല. തീർച്ചയായിട്ടും താൽക്കാലിക ജീവനക്കാരുൾപ്പെടെ കുടുംബശ്രീ, ഹരിതകർമ്മസേന അംഗങ്ങളൊക്കെ ഉണ്ട്, ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. എല്ലാം നല്ലൊരു ശതമാനം പാവപ്പെട്ട, ഇപ്പം ഞാൻ പൂജപ്പുര കൗൺസിലർ വളരെ പട്ടിണി പാവങ്ങളൊക്കെയാണ്. അവരെയൊക്കെ തന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇപ്പം നല്ല യൂണിയൻ പ്രവർത്തനമുള്ള, പ്രത്യേകിച്ച് ഇടതുപക്ഷ യൂണിയൻ പ്രവർത്തനമുള്ള മേഖലയാണ് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നുള്ള ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. അതിനൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നു. അവരുടെ സംഘടനാ പ്രവർത്തനത്തെ, അവരുടെ ആശയത്തെ, അവരുടെ നേതൃത്വത്തെ, പരിചയസമ്പത്തിനെയൊക്കെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നു. ആ പരിചയസമ്പത്തൊക്കെ തന്നെ ചേർത്ത് നിർത്തി വിശ്വാസത്തിലെടുത്ത് മുതൽക്കൂട്ടാക്കി തിരുവനന്തപുരം കോർപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥർ അല്ലെ ജീവനക്കാർ ഭൂരിഭാഗം ആൾക്കാരും നല്ല രീതിയിൽ പെരുമാറുന്ന ആൾക്കാരാണ്. എന്നാൽ വളരെ കുറച്ച് പേര് അവിടെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് വരുന്ന ജനങ്ങളെ ഇട്ട് നടത്തിക്കുക, അല്ലെങ്കിൽ വളരെ മോശമായി പെരുമാറുക, അവരെയൊക്കെ നിലയ്ക്ക് നിർത്തുക മേയർ? അതായത് ഈ നിലയ്ക്ക് നിർത്തുന്ന പരിപാടിയൊന്നും വളരെ ചുരുക്കമായിട്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്നുള്ള എൻ്റെ അഭിപ്രായം. അതായത് അധികാരം
നമ്മൾ അധികാരം പ്രയോഗിക്കുന്നത് ആവശ്യത്തിന് മാത്രം മിനിമം ആയിരിക്കണം എന്നുള്ള ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായമുണ്ട്. എല്ലാ കാര്യത്തിലും അധികാരം പ്രയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. സമന്വയത്തിൻ്റെ പാതയാണ്. അല്ല, പരമാവധി അതായിരിക്കും നല്ലത്. നമുക്ക് നമ്മുടെ എനർജി പരമാവധി പോസിറ്റീവായിട്ട് ഉപയോഗിക്കുവാൻ വേണ്ടി ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും തന്നെ സമന്വയത്തിൻ്റെയും സമവായത്തിൻ്റെയും പാത പ്രയോജനപ്പെടുത്തി ജനങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ട് നമ്മുടെ മുൻപിൽ ഒരു ആവശ്യവുമായി കൈനീട്ടി ഒരാൾ വരുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് സാധിക്കാത്തതുകൊണ്ടല്ലേ. ഇപ്പോൾ ഒരാൾ നികുതി അടയ്ക്കാൻ വേണ്ടി ഓടി വരുമ്പോൾ ചിലപ്പോൾ ഒരു കോടതിയിൽ നിന്ന് ഒരു കേസിൻ്റെ ജാമ്യം എടുക്കാനായിരിക്കും, ചിലപ്പോൾ ഒരു വീടിൻ്റെ പ്ലാൻ സാങ്ഷൻ വാങ്ങിക്കാനായിരിക്കും. അല്ലാതെ വെറുതെ ടാക്സ് റെസിപ്റ്റ് കൊണ്ട് അടച്ച് വീട്ടിൽ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് 5% ആൾക്കാരെ തയ്യാറാവുള്ളൂ. അപ്പോൾ വരുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രാർത്ഥനയും ഉണ്ടാവും. അവനൊരു 10 ദിവസം നമ്മൾ നടത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിൽ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുള്ള സമീപനമായിരിക്കും. ഇനി മറിച്ചാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് നേരിടേണ്ടി വരും. ഇപ്പോൾ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ താങ്കൾ ആദ്യം തന്നെ UDF-ൻ്റെയും LDF-ൻ്റെയും നേതാക്കൾ, ഇപ്പം ഉദാഹരണത്തിന് ശബരിനാഥനെയും ദീപക്കിനെയൊക്കെ വിളിച്ച് സംസാരിക്കാൻ, അവരുടെ അഭിപ്രായം കൂടെ കേൾക്കാൻ, അല്ലെങ്കിൽ അവർക്ക് പറയാനൊരു അവസരം കൂടി കൊടുത്ത് പൊതുവേ കാണുന്ന ഒരു കാര്യമല്ല. അന്നേരം ഇവരെ എല്ലാം യോജിപ്പിച്ചുകൊണ്ടുള്ളൊരു നീക്കമായിരിക്കും. തീർച്ചയായും ശബരിനാഥൻ ആരാ? ശബരിനാഥൻ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും നന്നായിട്ട് വായിക്കുമായിരുന്ന, ഏറ്റവും നല്ല അനുഭവ സമ്പത്തുള്ള കാർത്തികേയൻ്റെ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് ശബരിനാഥൻ നല്ല വിദ്യാസമ്പന്നനാണ്. ഞാനിന്നുവരെ അസംബ്ലിയിൽ രാജേട്ടൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് പോയി കണ്ടിട്ടുള്ളത്, ഇന്നുവരെ കയറിയിട്ടില്ല. 2 ടേം നന്നായിട്ട് വിജയിച്ച വ്യക്തിയാണ്. അതിലേക്ക് കയറാൻ അവസരം വരും. വിജയിച്ച എന്തുകൊണ്ട് ശബരിനാഥൻ്റെ എക്സ്പീരിയൻസ്, അദ്ദേഹം പ്രതിപക്ഷത്തിൽ ശക്തമായിട്ട് ഇടപെടാൻ തയ്യാറുള്ള നേതാവാണ്. അത് പ്രഖ്യാപിച്ചു. അങ്ങനെയുണ്ട്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പ്രയോജനപ്പെടുത്താം. ദീപക് SFIയുടെ സിറ്റി പ്രസിഡന്റ് ആയിരുന്ന സമയം മുതൽ തന്നെ എനിക്ക് ദീപക്, അദ്ദേഹം സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശയത്തോട് വിയോജിക്കാം. പക്ഷേ അദ്ദേഹത്തിന് കോർപ്പറേഷനിൽ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അക്കാര്യങ്ങൾക്ക് ഒരിക്കലും തന്നെ ഒരു മറ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. താങ്കൾ ദീർഘകാലത്തെ പരിചയമുണ്ട്. ഇപ്പോൾ പ്രവർത്തന പരിചയം, രാഷ്ട്രീയ നേതാവ്, ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള പദവികൾ വഹിച്ച് ആ നിലയ്ക്ക് ഇവരൊക്കെ ആയിട്ടുള്ള ഒരു അടുപ്പം രാഷ്ട്രീയ അതീതമായി ഉണ്ടാവും നേരത്തെ തൊട്ടേ? അതെനിക്ക് കൗൺസിലുള്ള എനിക്ക് തോന്നുന്നു 30-40% BJP കൗൺസിലർമാരല്ലാത്ത LDF UDF കൗൺസിലർമാരുമായിട്ട് വ്യക്തിബന്ധം എനിക്കുണ്ട്. ഇപ്പോൾ രാഖി രവികുമാറും ഞങ്ങളൊക്കെ ഒരുമിച്ച് 10-15 വർഷം തിരുവനന്തപുരം കോടതിയിൽ പ്രാക്ടീസ് ചെയ്തതാണ്. രാഖി രവികുമാർ KP ജയചന്ദ്രൻ സാറിൻ്റെ ഓഫീസിലായിരുന്നു. AISF SFI സമയം മുതൽ തന്നെ ഞാൻ ABP യുവമോർച്ചയ്ക്കായിരുന്നു, ഞങ്ങൾക്ക് പരിചയമുണ്ട്. അതുപോലെ തന്നെ അവിടെ മുൻ മേയർ ബഹുമാനപ്പെട്ട ശ്രീകുമാരേട്ടനായിട്ട് പരിചയമുണ്ട്. ഇവിടെ ബഞ്ചൂർ ബാബു, അദ്ദേഹത്തിൻ്റെ വാർഡിൻ്റെ കൗൺസിലറാണ്. അതുപോലെ തന്നെ ആ നിരയിലിരിക്കുന്ന ഒരുവിധപ്പെട്ട ഷാജിദാൻ നാസറുണ്ട്, 10-25 വർഷം കൗൺസിലറായിട്ടുള്ള CPM-ൻ്റെ നേതാവാണ്. ഇങ്ങനെ ഉള്ള മേരി പുഷ്പം കോൺഗ്രസിൻ്റെ, ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അങ്ങനെ ഒരു 30-40% പേർ പ്രതിപക്ഷ നിരയിലിരിക്കുന്നവർ വളരെ അടുത്ത സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്. അപ്പോൾ ആ സൗഹൃദമൊക്കെ ആശയപരമായിട്ട്, ആശയപരമായുള്ള വ്യത്യസ്ത അഭിപ്രായം അവിടെ അത് തമ്മിൽ കൂട്ടിക്കലർത്തില്ല. പക്ഷേ അപ്പോൾ അവരുടെ വാർഡിൽ മുന്നേറ്റം ഉണ്ടാവണമല്ലോ. അവരും ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഈ വാർഡിനെ വികസിപ്പിക്കാം, അതിന് ഞങ്ങൾ സഹായം നൽകിക്കഴിഞ്ഞാൽ അവർക്ക് അതിൽ യോജിക്കാം. വാർഡുകളുടെ വികസനത്തിൽ രാഷ്ട്രീയം നോക്കില്ല. 101 വാർഡ് ഒരുമിച്ച്. അതിനൊരു കൺസെപ്റ്റ് എന്താണെന്നറിയോ? ഇപ്പോൾ നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് പക്കയായിട്ട് നടത്തുന്നു. BJP കൗൺസിലർമാർ ജയിച്ച 50 വാർഡിൽ മാത്രം വേസ്റ്റ് നിർമ്മാർജ്ജനം നടത്തിയാൽ കോർപ്പറേഷനിൽ മാലിന്യ സംസ്കരണം നടന്നെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ 50 വാർഡിൽ നിന്നും തെരുവുനായ്ക്കളെ മാറ്റിക്കഴിഞ്ഞാൽ കോർപ്പറേഷൻ തെരുവുനായ ശല്യം അവസാനിച്ചെന്ന് പറയാൻ സാധിക്കും. 101 വാർഡിലും ഒരുപോലെ ഒറ്റ യൂണിറ്റായി ഓരോ വാർഡിൻ്റെയും പശ്ചാത്തലം മറ്റൊന്നായിരിക്കും. ഇപ്പോൾ കടലോര മേഖലയിലെ വാർഡുകളുടെ പ്രശ്നം അവിടുത്തെ കടലാക്രമണമാണ്, മത്സ്യത്തൊഴിലാളി ദൈനംദിനം. എന്നാൽ അതായിരിക്കില്ല പൂജപ്പുറത്തെ പ്രശ്നം. ഓരോ വാർഡിൻ്റെയും പ്രശ്നം ഓരോന്നായിരിക്കും, പക്ഷേ സമീപനം ഒന്നായിരിക്കും. അതിൽ യാതൊരു വ്യത്യാസം. താങ്കളുടെ ഈ ഒരു സൗഹൃദ ബന്ധം, ദീർഘകാലത്തെ പരിചയ സമ്പത്ത്, ഇതൊക്കെ ആയിരിക്കുമോ താങ്കളെ മേയറായി പരിഗണിക്കാൻ കാരണം ആദ്യം ഇങ്ങനൊരു സംസാരം ഉണ്ടായിരുന്നത് മുൻ DGP ശ്രീമതി ശ്രീലേഖ മാഡം മേയറായി വരത്തില്ല വരും എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകൾ സജീവമായിരുന്നു. ഇപ്പോഴും പുതിയതായിട്ട് വരുന്ന വാർത്ത 2 എണ്ണമാണ്. ഒന്ന്, ശ്രീലേഖ മാഡം അതിർത്തിയിലാണ്, RSS ഇടപെട്ടുകൊണ്ടാണ് അങ്ങ് മേയറായത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്ത് പറയും? അതിൽ ഞാൻ തുടക്കത്തിൽ RSS ഇത്തരത്തിലുള്ള BJPയുടെ മേയർ സ്ഥാനാർത്ഥി തന്നെ ഇങ്ങനെ ഒരു ചർച്ചയിലും RSS ഇടപെടില്ല. അതിൽ യാതൊരു ആശങ്കം വേണ്ട. RSSന് വർഷം മുഴുവനും ഇപ്പോൾ 100ാം വാർഷികം കൂടിയാണ്. അവർക്ക് വലിയ പരിപാടികളുണ്ട്. 1-2 വർഷം മുമ്പ് തീരുമാനം, ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത് കണ്ടിട്ട് RSSൻ്റെ പരിപാടികളിൽ യാതൊരു മാറ്റവും വരുത്തിയില്ല. RSS ഒരു 1-2 വർഷം നേരത്തെ തന്നെയാണ് RSSൻ്റെ പദ്ധതികളൊക്കെ തന്നെ ആവിഷ്കരിക്കുന്നത്. ഒരു ഇടപെടലും RSSൻ്റെ ഭാഗത്ത് ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ വിജയത്തിൽ RSSന് റോളുണ്ട്. അല്ല, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ എല്ലാവരും വോട്ട് ചെയ്യണം. ജനാധിപത്യത്തിൽ എല്ലാവരും വോട്ട് ചെയ്യണമെന്നുള്ള ഒരു പ്രഖ്യാപന നിലപാട് സംഘം എല്ലാ കാലഘട്ടത്തിലും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് വോട്ട് ചെയ്യണമെന്ന് പറയുമ്പോഴേക്കും വോട്ട് ചെയ്യണമെന്നൊരു ആഹ്വാനം സംഘത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ജനങ്ങളെ വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം സംഘപ്രവർത്തകർ ഏറ്റെടുക്കും.
ഏറ്റെടുക്കും. വോട്ട് ചേർക്കാനോ മറ്റൊന്നുമില്ല, പരമാവധി വോട്ടർ പട്ടികയിലുള്ള ആൾക്കാരെ വോട്ട് ചെയ്യാനുള്ള പ്രചോദനം അവർ നൽകും. അങ്ങനെയുള്ള ചില ഇടപെടലുകൾ, ചില സമീപനങ്ങൾ, അത് ജനാധിപത്യത്തെ കരുത്താർജിക്കുക, ശക്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇടപെട്ടിട്ടുണ്ടാവും ചില വോട്ട് ചെയ്യിക്കണം എന്നുള്ള സംഘത്തിൻ്റെ ആഹ്വാനം. അതിലപ്പുറം സ്ഥാനാർത്ഥി ഈ 100 വാർഡിലെയും 101 വാർഡിലെയും സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അതിലോ അല്ലെങ്കിൽ മേയർ, ഡെപ്യൂട്ടി മേയറൊക്കെ തിരഞ്ഞെടുപ്പ് ഒരു ഘട്ടത്തിൽ ഇടപെട്ടില്ല. പിന്നെ അങ്ങ് നേരത്തെ പറഞ്ഞ പേരുകൾ, അതെനിക്ക് തോന്നുന്നു നിരവധി പേരുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ശ്രീലങ്ക മാഡം അതിർത്തിയിലാണോ? എനിക്കങ്ങനെ ഇന്നലെ വൈകുന്നേരം ആശാനാഥൻ ഞാൻ കൂടെ പോയി അവിടെ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണല്ലോ ഞങ്ങൾ നിരവധി മുതിർന്ന നേതാക്കന്മാരെ കണ്ടിരുന്നു. ഇന്നലെ രാവിലെ ഓ രാജേട്ടനെ കണ്ടു. അതിനുശേഷം വൈകുന്നേരം സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞ് സ്റ്റേറ്റ് ഓഫീസിൽ പോയി സംസ്ഥാന അധ്യക്ഷനെ കണ്ടിട്ട് ശ്രീലങ്ക ചേച്ചിയുടെ വീട്ടിൽ പോയി ഒരു ഡോക്ടറുമായിട്ടും ചേച്ചിയുമായിട്ടും ഒക്കെ തന്നെ ഒരു 15-20 മിനിറ്റോളം സംസാരിച്ച് അവിടെ നിന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ പിരിഞ്ഞത്. ഇപ്പോൾ ഈ കോർപ്പറേഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം ഈ 3 മണ്ഡലങ്ങളിൽ BJPക്ക് മേൽക്കൈയുണ്ട്. അന്നേരം അവിടെ ഇനിയും പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ, ഇനി താങ്കൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? വ്യക്തിപരമായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്, ഇപ്പോൾ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് കോർപ്പറേഷനിൽ നമ്മൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ പരമാവധി സമയം വർക്ക് ചെയ്തുകൊണ്ട് നടപ്പിലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് പാർട്ടി ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ള എൻ്റെ മനസ്സിലുള്ളത്. അല്ല, ഒരു ലക്ഷ്യം പാർട്ടി ഏൽപ്പിച്ചിട്ട് 3 മാസം കഴിയുമ്പോഴേക്കും പോയി നിയമസഭ മത്സരിക്കണമെന്നുള്ള ചിന്തയിൽ നിൽക്കാൻ ഞങ്ങൾക്ക് പോകാൻ സാധിക്കും. BJP സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. പൊതുവേ നോക്കുമ്പോൾ കേരളത്തിൽ തലസ്ഥാനം പിടിച്ചത് വലിയ നേട്ടമാണെങ്കിലും പന്തളം നഗരസഭ കയ്യിൽ നിന്ന് പോയി. തൃശ്ശൂർ വലിയ വിജയം നേടാൻ കഴിഞ്ഞില്ല. വിജയ ശതമാനത്തിൽ തന്നെ താഴോട്ട് ഇടിവുണ്ടായി. ഇതൊക്കെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലായിരിക്കും BJP മറികടക്കാൻ നോക്കുക? ഇല്ല, ഓരോ തെരഞ്ഞെടുപ്പും ഓരോ പാറ്റേണാണ്. പാർലമെൻറ്റും അത് അങ്ങനെ തന്നെ അറിയാമല്ലോ, നിയമസഭയും അതുപോലെ പഞ്ചായത്തും ഒക്കെ തന്നെ ഓരോ പാറ്റേണാണ്. നിയമസഭയിൽ ഇതൊന്നും ആയിരിക്കാം. നിയമസഭയിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്താണ് സംഭവിച്ചത്? LDFന് ഓൾട്ടർനേറ്റീവ് UDF അല്ല എന്നുള്ളൊരു ബോധ്യം തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. BJP ആണ് യഥാർത്ഥ പ്രതിപക്ഷമെന്ന് ബോധ്യപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ജനങ്ങൾ BJP വോട്ട് ചെയ്യുന്നുണ്ട്. അതാണ് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടത്. ഇത് കേരളം മുഴുവനും വരാൻ പോകുന്ന ദിവസങ്ങൾ തിരുവനന്തപുരത്തെ പശ്ചാത്തലമായിക്കൊണ്ട് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ തിരുവനന്തപുരത്തെ മേയറായിട്ട് താങ്കൾ ചുമതലയേറ്റു കഴിഞ്ഞു. അത് പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു ഹിസ്റ്ററിയാണ്, ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതൊരു വലിയൊരു വെല്ലുവിളി കൂടിയല്ലേ? ഇവിടുത്തെ ഒരു മോഡൽ കണ്ടിട്ടായിരിക്കത്തില്ലേ BJPക്ക് ഒരു അവസരം കൊടുത്തപ്പോൾ BJP എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് എല്ലാവരും വാച്ച് ചെയ്യല്ലേ? ഞാനത് ഇന്നലെയൊക്കെ മാധ്യമങ്ങളിൽ പറഞ്ഞു. അതായത് നേരത്തെ താങ്കളോട് പറഞ്ഞല്ലേ, ഞങ്ങളുടെ പ്രസ്ഥാനം അത് BMS ആവട്ടെ, RSS ആയിക്കോട്ടെ, ABVP ആയിക്കോട്ടെ, ഏത് പ്രസ്ഥാനമാണ് കേരളത്തിൽ വെല്ലുവിളി ഏറ്റെടുക്കാതെ പ്രവർത്തിച്ചിട്ടുള്ളത്? ഇതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ബേസിക് യൂണിറ്റിൽ ABP ആണെന്നുണ്ടെങ്കിൽ കോളേജ് യൂണിറ്റ് അല്ലെങ്കിൽ സ്ഥാനീയ സമിതികളുണ്ട്, BMS ആണെന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥാനീയ സമിതികളുണ്ട്. ഇവിടെയൊക്കെ ചെല്ലുമ്പോഴേക്ക് ആദ്യം പഠിപ്പിക്കുന്നത്, ആദ്യം ഞങ്ങളോട് മുതിർന്നവർ പറഞ്ഞിരുന്നു വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റണമെന്നാണ്. എനിക്ക് ആദ്യം ഇതിൻ്റെ അർത്ഥം മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ പറഞ്ഞു ഓരോ വെല്ലുവിളിയും തരണം ചെയ്യാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കും. അങ്ങനെ വെല്ലുവിളിയെ ഇതിനെ നേരിട്ട് ഞാൻ മുന്നോട്ട് പോകും എന്നൊരു കോൺഫിഡൻസ് നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ ഇത് ABVP ദിനങ്ങളിൽ തന്നെ ശീലിച്ചത് കൊണ്ടാണ്, ഈ വെല്ലുവിളി അവസരങ്ങളാക്കി മാറ്റിയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത്. ഇതിപ്പോൾ കഴിഞ്ഞ 5 വർഷം സംസ്ഥാനം ഭരിക്കുന്ന CPM, കോർപ്പറേഷൻ ഭരിക്കുന്ന CPM, യൂണിയൻ മുഴുവൻ CPMൻ്റേത്, പോലീസ് CPMൻ്റെ നിയന്ത്രണത്തിൽ. ഇങ്ങനെയുള്ള സ്ഥലത്താണ് ഞങ്ങൾ മാസങ്ങളോളം തുടർച്ചയായിട്ട് സമരം ചെയ്ത് ഒടുവിൽ ആ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി 2 സംസ്ഥാന മന്ത്രിമാർ, MP രാജേഷ്, ശിവൻകുട്ടി മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്ന സാഹചര്യം വന്നത്. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് എന്താണ്? ഒരു 35 കൗൺസിലർമാരും കുറേ പാർട്ടി പ്രവർത്തകരും. അപ്പോൾ അത് ആ ഉണ്ടായ വെല്ലുവിളി ഈ ഇച്ഛാശക്തി കൊണ്ട് നേരിടാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്തു ഞങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ഭരണത്തിൻ്റെ സിസ്റ്റം കൂടി ഉണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ഞാൻ സാധിക്കും. ഇപ്പോൾ സാമ്പത്തികമായിട്ട് കേരളത്തെ കേന്ദ്രം ഞെരുക്കുന്നു എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം ആവർത്തിച്ച് പറയുന്നുണ്ട്. കേരള സംസ്ഥാന സർക്കാർ നഗരസഭയെ ഞെരുക്കും എന്നൊരു ആശങ്കയുണ്ടോ? അങ്ങനെ യാതൊരു ഫണ്ടിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ യാതൊരു ആശങ്കയുമില്ല. കോർപ്പറേഷൻ കിട്ടേണ്ട കാര്യങ്ങളൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ നൽകുമെന്ന് തന്നെ ഞങ്ങളുടെ പ്രതീക്ഷ. അത് ഒരു പാർട്ടിക്കല്ലല്ലോ നൽകുന്നത് ജനങ്ങൾക്കാണല്ലോ നൽകുന്നത്. അത് കൃത്യമായി നൽകുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പല കേന്ദ്ര ഫണ്ടുകളും തദ്ദേശ മേഖലയിലുണ്ട്, അത് ലഭ്യമാക്കാൻ ശ്രമിക്കൂ. തീർച്ചയായിട്ടും ഞാനതാണ് നേരത്തെ പറഞ്ഞത്, ഉത്തരവാദിത്തം കേന്ദ്രമന്ത്രിമാരെ കാണാൻ ഡൽഹിയിൽ പോകണം, പദ്ധതികൾ ഏതൊക്കെയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഇന്നലെ തന്നെ ഫസ്റ്റ് ഡേ തന്നെ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേദിവസം തന്നെ ജോർജ് കുര്യനുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് പല പദ്ധതികളും പണം തരാം, പക്ഷേ 40% നിങ്ങൾ മുടക്കണം. 60% കേന്ദ്രം തരുമ്പോൾ 40% നിങ്ങൾ മുടക്കണം ചില പദ്ധതികളിലൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഫണ്ട് എങ്ങനെ കണ്ടെത്താം. ഇനി സംസ്ഥാന സർക്കാർ തരേണ്ട ന്യായമായ കാര്യങ്ങൾ തന്നില്ലെങ്കിൽ നിയമപരമായും രാഷ്ട്രീയമായും എങ്ങനെ നേടിയെടുക്കാൻ നിങ്ങൾ പരിശോധിക്കും. ഇപ്പോൾ മോദിജിയുടെ ഒരു വരവ്, ഇനിയിപ്പോൾ അതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, അത് ഈ ഒരു നഗരസഭാ ഭരണത്തിന് വലിയൊരു കുതിപ്പായി മാറും. തീർച്ചയായിട്ടും മോഡിജിയുടെ ഓരോ സാന്നിധ്യവും നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ തന്നെ ഒരു വലിയൊരു തരംഗമുണ്ടാക്കും. പ്രത്യേകിച്ചും കോർപ്പറേഷൻ ഭരണം കേന്ദ്ര ഗവൺമെൻറ്റിന് കൂടി കൂടുതൽ രാഷ്ട്രീയമായി ഇടപെടാൻ പറ്റുന്ന
ഒരു സംവിധാനം വന്ന സ്ഥിതിക്ക് നരേന്ദ്രമോദിയെ കൂടുതൽ അറ്റൻഷൻ ഇവിടെ ഉണ്ടാകും. അപ്പോഴേക്കും അത് തിരുവനന്തപുരത്തിൻ്റെ നല്ല കേരളത്തിൻ്റെയും, ഞാൻ ഒരു കാര്യം കൂടെ പറയാം, വിഴിഞ്ഞത്തിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ സംസാരിക്കും, വിഴിഞ്ഞു IT സെക്ടറൊക്കെ ഫോക്കസ് ചെയ്ത് സംസാരിച്ചാൽ രാജ്യത്തിൻ്റെ തന്നെ സമ്പദ്ഘടന മെച്ചപ്പെടുന്നതിൽ അത് വളരെ ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷ. നേരത്തെ ഇപ്പം നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റാണ് ആദ്യം മുൻഗണന കൊടുക്കുന്നത്. പണ്ട് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശുദ്ധിയുള്ള ഒരു നല്ല ശുചിത്വത്തിൽ മുന്നിൽ നിന്ന ഒരു നഗരമായിരുന്നു. ആ രീതിയിൽ നഗരത്തിൻ്റെ ഒരു മുഖ സൗന്ദര്യം മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാവും. മുഖസൗന്ദര്യം മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളുണ്ടാകും. പക്ഷേ മുഖസൗന്ദര്യം മെച്ചപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം അടിസ്ഥാന പ്രശ്നം പരിഹരിക്കണം. ഇപ്പോൾ നമ്മൾ കുറേ ചെടികൾ വയ്ക്കുന്നു, കുറേ പാലത്തിൻ്റെ അടിയിൽ പെയിൻ്റ് അടിക്കുന്നു, കളർ ലൈറ്റുകൾ വയ്ക്കുന്നു, എന്നിട്ട് നമ്മൾ ഈ ലവ് എംബ്ലം ഒട്ടിക്കുന്നു, ഐ ലവ് തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ പട്ടികടിയും അവരും വാരി കൂട്ടി മഴ പെയ്യുമ്പോൾ വെള്ളം പൊക്കി കഴിഞ്ഞാൽ അത് മനോഹരമായെന്ന് പറയാൻ സാധിക്കും. ആദ്യം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം. പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം മാത്രമേ പണം, ഈ പാലത്തിൻ്റെ അടിയിൽ പെയിൻ്റ് അടിച്ചത് കൊണ്ട് കുറേ പണം ചിലവഴിച്ചായിട്ട് കാണിക്കാമെന്നുള്ളതിലുപരി നമ്മുടെ മാലിന്യ പ്രശ്നം മാറുകയില്ല. ഈ പാലത്തിൻ്റെ അടിയിൽ മുഴുവൻ ചവറായിരിക്കും, അല്ലെങ്കിൽ തെരുവ് നായ്ക്കളെ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം മനോഹരമാക്കുന്നതിൽ പോയി കഴിഞ്ഞാൽ സ്ഥായിയായി നിലനിൽക്കും. താങ്കൾ രാഷ്ട്രീയത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ, ഇപ്പോൾ താങ്കൾ ഒരു ഗ്രാമത്തിൽ നിന്ന് ജനിച്ചു വന്നു, ഇവിടെ MG കോളേജിൽ മാറിവാ ന്യൂസിലൊക്കെ പഠിച്ചു, എന്ത് ജോലിയിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം? അഭിഭാഷകവൃത്തി ഏറ്റവും ആണെന്നാണ്. അഡ്വക്കേറ്റ് 10 വർഷം പ്രാക്ടീസ് ചെയ്തു, 10-12 വർഷം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു, നന്നായിട്ട് കേസ് നടത്തിക്കൊണ്ടിരുന്നതാണ്. പിന്നെ ഇന്നും ലൈവായിട്ട് ആ പ്രാക്ടീസിൽ നിൽക്കാത്തതിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്ന ഒരാളാണ്. പിന്നെ ഏറ്റവും ആസ്വദിച്ച് അതിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക നേട്ടത്തെക്കാൾ ഉപരി ആ പ്രവർത്തനം ആസ്വദിച്ച്, അതും രാവിലെ ഒരു 8 മണി മുതൽ രാത്രി ഒരു 10-11 മണി വരെ 5 മണി വരെ കോടതിയിലുണ്ടാവും. ഞങ്ങളുടെ കേസ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇരിക്കുമായിരുന്നു. ഈ ഇപ്പോൾ രാമപിള്ള സാറൊക്കെ ഉൾപ്പെടെയുള്ള വക്കീലന്മാർ എറണാകുളത്ത് നിന്നൊക്കെ വന്നിട്ട് ഇവിടെ കേസുകൾ നടത്തുമ്പോൾ അത് പഠിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. പിന്നെ ബാക്കി സമയം ഓഫീസിലിരിക്കുമായിരുന്നു. അങ്ങനെ ഞാനൊരു 10-12 വർഷം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. എന്നിട്ട് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോഴാണ് പൂർണ്ണസമയ രാഷ്ട്രീയത്തിലേക്ക് പോയപ്പോൾ 2010 ഒന്ന് സ്ലോ ഡൗൺ ചെയ്തത്. അപ്പോൾ അത് പൊളിറ്റിക്സിൽ ഇത്രയായിരുന്നു. അഭിഭാഷകവൃത്തിയിൽ വളരെ സീരിയസ് ആയിട്ട്. എന്താണ് താങ്കളുടെ ഒരു പ്രത്യേക ഹോബി? രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എന്തെങ്കിലും? മുഴുവൻ സമയം ഇതിനു വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിലും സിനിമ അങ്ങനെയൊക്കെയുള്ള പരമാവധി സമയം വായിക്കാൻ പറ്റുന്ന സമയം ഇപ്പോൾ സമയം കിട്ടുന്ന കുറവാണ്. ഈ മുമ്പൊക്കെ യുവമോർച്ച സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ആയിരുന്നപ്പോഴേക്കും ദീർഘദൂര കാർ യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ പാട്ട് കേൾക്കാനും വായിക്കാനും വേണ്ടി സമയം കിട്ടുമായിരുന്നു. ഇപ്പോൾ ജില്ലാ പ്രസിഡൻ്റൊക്കെ ആയതുകൊണ്ടും ഈ ടൗണിൽ ഒരു സ്ഥലത്ത് നിന്ന് ആരംഭിച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത പ്രോഗ്രാം സ്ഥലത്ത്, ഇതിൽ 15 മിനിറ്റ് കഴിയുമ്പോൾ എത്തും. അതുകൊണ്ട് തന്നെ സമയം കുറവാണ്, എങ്കിലും വായിക്കാൻ പറ്റിയിടത്തോളം വായിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. രാഷ്ട്രീയ ജീവിതത്തിൽ കുടുംബത്തിൻ്റെ പിന്തുണ എങ്ങനെയുണ്ട്? ഇപ്പോൾ താങ്കൾ തലസ്ഥാനത്തിൻ്റെ മേയറായി, വീട്ടിലെ മേയർ ആരാണ്? വീട്ടിലെ കാര്യങ്ങളിൽ നല്ല ശതമാനം ഭാര്യ തന്നെയാണ്. കുട്ടികളുടെ പഠിത്തവും കാര്യങ്ങളും അവരുടെ സ്പോർട്സ് ആക്ടിവിറ്റി ഇല്ല. ഭാര്യ ഹൗസ് വൈഫാണ്. PG കഴിഞ്ഞിട്ട് ഹൗസ് വൈഫാണ്. പിന്നെ താൽക്കാലിക ജോലികൾ ചിലതുണ്ടായിരുന്നു. അപ്പോൾ MCA കഴിഞ്ഞാണ് ജോലി ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾ, ഞാനിപ്പോൾ ഫുൾ പൊളിറ്റിക്സിൽ 2 ആൺകുട്ടികളാണ്. അപ്പോൾ അവർ ഒരാൾ LLB ഫസ്റ്റ് ഇയർ, ഒരാൾ 8ാം ക്ലാസ്സിൽ KVയിൽ പട്ടം. അപ്പോൾ ഭാര്യ തന്നെയാണ് നോക്കുക. പിന്നെ ഞാൻ ഇടപെടേണ്ട കാര്യങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ ഡിസ്കസ് ചെയ്യും. മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ ചെയ്തു പോകും. വീട്ടിലെ മേയർ ഭാര്യ തന്നെ. വീട്ടിലെ മേയർ ഇപ്പൊ താങ്കളുടെ ഈ മേയർ പദവിയിലെത്തിയ കാണാൻ അച്ഛനും അമ്മയും എല്ലാം അമ്മ വന്നിരുന്നു. അച്ഛൻ മരണപ്പെട്ടു. അമ്മ ഉണ്ടായിരുന്നു, വൈഫ് ഉണ്ടായിരുന്നു. സഹോദരങ്ങൾ? ഒരു ചേച്ചിയാണ് അവിടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ, അവിടെ മുളവന വാമനോ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയാണ്. ഓക്കെ. അപ്പോൾ തലസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റാൻ കഴിയട്ടെ. എല്ലാ ആശംസകളും. സന്തോഷം. താങ്ക് യു.